ഞാനിത് ആർക്കു വേണ്ടിട്ട് ഇവിടെ നിന്ന് കളിക്കുവാ? ദാണ്ടിരുന്ന് ഉറങ്ങുന്നു. ദാദാജി ഡാൻസ് എന്തോ കണ്ടിട്ടാ കിടക്കാച്ചി എന്ന് പറഞ്ഞത്? ഇരുന്ന് ഉറങ്ങുമല്ലായിരുന്നു. ഞാൻ ജ്ഞാനദൃഷ്ടി കണ്ട്. ആ പിന്നെ ജ്ഞാനദൃഷ്ടിയിൽ തന്നിരുന്ന ഡാൻസ് കണ്ടാ മതിയായിരുന്നല്ലോ. എന്നെ കൊണ്ട് നിന്നെ ബുദ്ധിമുട്ടിച്ചേ. നീ മെനക്കെട്ടതിന് നിനക്ക് ബലം ഉണ്ടായില്ലേ? നീ ഇവിടെ കിടന്ന് തുള്ളിച്ചാടി കഴിഞ്ഞാൽ നിന്റെ ആ തണുപ്പ് അങ്ങോട്ട് മാറും. തണുത്തോ വിറങ്ങലിച്ചിരിക്കണ ഞാനിനി എന്നെ ചെയ്യും. ദാദാജിയും കൂടെ ഇറങ്ങി ഒരു ഡാൻസ് കളിക്കും. ഞാൻ ഡാൻസ് കളിക്കാൻ ഞാൻ ഇരുന്നോടത്തുനിന്ന് എഴുന്നേക്കണ തന്നെ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ 3 തവണയായിട്ടാ. ഒന്നത് ഇങ്ങനെ, പിന്നതെ ഇങ്ങനെ, പിന്നതെ ആ എന്നോട് ഇവിടെ പറയാ ഡാൻസ് കളിക്കാൻ. ദാദാജി ഇന്ന് ഭയങ്കര മഞ്ഞുരുക്കുവാന്ന് തോന്നുന്നു ഹിമാലയത്തില്. ആണോ? വെള്ള ഹിമക്കരടി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ദാദാജി ഒന്ന് സൂക്ഷിച്ചോണം. കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ? എന്റെ അമ്മേ, കഴിഞ്ഞ ദിവസം മഞ്ഞുരുക്കിയിട്ട് ഞാൻ ഈ മുറ്റത്ത് കിടന്ന് ഉറങ്ങുക. ഒരു ഹിമക്കരടി വന്നുവെച്ചാൽ അതിന്റെ കുഞ്ഞാന്നും പറഞ്ഞുകൊണ്ട് എന്നെ എടുത്തിട്ട് മലയുടെ മേളിലേക്ക് കൊണ്ടുപോയിട്ട് ഉമ്മ വക്കലും നക്കലും വക്കലും പിന്നെ സഹിക്കാം. ഈ കഴുത്തിന്റെ ഈ ഭാഗത്തൊക്കെ നക്കാൻ നേരത്ത് ഇക്കിളി വരുമെന്ന് ചിരിക്കാനും പാടില്ല. ഈ കാലം കൊല്ലും. ഇതൊക്കെ പോട്ടെ, അവസാനം പാലൂട്ടാൻ നിർബന്ധിക്കും. ഞാൻ പിന്നെ ഒരു പ്രകാരത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് രക്ഷപ്പെട്ട് പോകുന്നത്. അതെ, ഇവിടെ ആരും ഇല്ലേ? യോ, ആരോ വിളിക്കുന്നു ദാദാജി. ആരാ? കേറി വാ. ആരാ? ഞാനേ ഈ ഹിമാലയം കയറാൻ വന്നതാ. വന്നപ്പോ ഇവിടെ എത്തിയപ്പോ ചെറിയ പനിയും ജലദോഷവും അങ്ങനെയൊക്കെ. പിന്നെ നോക്കിയപ്പോ ഇവിടെ അടുത്ത് താമസിക്കാൻ ലോഡ്ജോ ഹോട്ടലോ ഒന്നും ഇല്ല. ദൂരെ നോക്കിയപ്പോ ഇവിടെ ഒരു വെട്ടം കണ്ടത്. ആ വെട്ടം കണ്ട് വന്നതാ. വെട്ടം കണ്ടവിടെ നീ ആരാ? ഈയലോ? അയ്യത് ആളായിരുന്നാ? അയ്യോ സോറി കേട്ടോ, ഞാനിപ്പോ 10 മിനിറ്റ് കൊടുത്തനെ. ഞാൻ വിചാരിച്ച മറ്റേ പേർഷ്യൻ കേറ്റായിരിക്കും. പുള്ളി എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? കോപം വന്നാ പുള്ളി ജ്വലിക്കും. കോപം വരുന്നതിന് പുള്ളി എന്തിനാ തൊലിക്കുന്നത്? എന്നെ എങ്ങനെയെങ്കിലും താമസിപ്പിക്കണം, അതുകൊണ്ട്. അയ്യോ ഇല്ല, ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ല. ദാദാജിയാണ് ഈ വീട്ടിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ദാദാജിയാ? ദാദാജി ദാവണിപ്പറമ്പിൽ ദാമോദരൻ. ദാദയുടെ അടുത്ത് പറഞ്ഞ കാര്യം നടക്കുമായിരിക്കും അല്ലേ? എനിക്കറിയത്തില്ല, ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കാം. ദാദാ, ഞാനേ കുറെ ദൂരേന്ന് വരിക. അതിനെ ഇവിടെ ഒരു വെട്ടം കണ്ടോണ്ട് കേറിയതാ. ഇന്നൊരു രാത്രി, ഇന്നൊരൊറ്റ ദിവസത്തേക്ക് ഞാൻ ഇവിടെ കിടന്നോട്ടെ. എന്റെ പൊന്നു മോനെ, നീ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള സ്ഥലം അല്ലാതെ ഇവിടെ നടക്കൂല, നടപടിയില്ലാമോ തിരിച്ചു പോകും. ദാദാജി അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഞാൻ ഇത്രയും ദൂരം വന്നേലും ഇവിടെ വേറെ പോകാനൊന്നും ഇടവില്ല, അതുകൊണ്ടല്ലേ. എടാ, ഞാൻ വിളിച്ചിട്ടാണോ നീ പെട്ടിമക്കനോടത്തോട് ഇങ്ങോട്ട് കയറി വന്നത്? ഇവിടെ നടക്കൂല, എന്റെ കൊച്ച പോ. ദാദാജി അങ്ങനെ പറഞ്ഞ എന്നെ ഒഴിവാക്കല്ലേ പ്ലീസ്. മോനൊരു കാര്യം മനസ്സിലാക്കണം. ഞാനും എൻ്റെ കൊച്ചുമോളും താമസിക്കുന്ന ഒരു കൊച്ചു കുടുംബം. ഈ കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരതിഥി എത്തി. പറയാതിരിക്കാൻ വയ്യ, ഹിമാലയത്തിന്റെ താഴെ കൊണ്ടുവന്ന് ഈ ദൃശ്യം അടിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും. ഞാൻ ദൃശ്യം അടിച്ചല്ലടാവേ, എന്റെ അവസ്ഥ പറഞ്ഞതാ. ആകപ്പാടെ 2 കട്ടിലുള്ളൂ. ഒരു കട്ടിലേല് ഞാൻ കിടക്കും, ഒരു കട്ടിലേല് ഇവളും കിടക്കും. ഇതിന്റെ ഇടയ്ക്ക് എവിടെ ഞാൻ കോട്ടയ്ക്കൊരു പാഴ് പരിഹസിക്കരുത്. കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് വേറെ സ്ഥലമില്ല, അതുകൊണ്ടല്ലേ ഞാൻ ഈ കിടന്ന് ചോദിക്കുന്നത്. ഞാൻ ഈ രാത്രി പിന്നെ ഇനി എങ്ങോട്ട് പോവാനാ? പ്രായപൂർത്തിയായ ഒരു കൊച്ചുള്ളത് അവിടെ. ഇത്രയും നാൾ ഒരു പേര് ദോഷം കേൾപ്പിക്കാതെ ഞാൻ ഇവിടെ വളർത്തിയത്. എങ്ങനെ പേര് ദോഷം കേൾപ്പിക്കും? ഒരു കോളേജില്ല, ഒരു അയൽവക്കമില്ല, പിന്നെ ഞാൻ എങ്ങനെ ഒരു പേര് ദോഷം കേൾപ്പിക്കും? ദൈവമേ, അവക്ക് പേര് ദോഷം കേൾപ്പിച്ചോളാം. സാഹചര്യം ഇല്ലാത്തോണ്ടല്ലേ ദാദാജി, എനിക്ക് വേറെ പോകാൻ ഒരു ഇടവില്ല. ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ ഇവിടെ കിടന്നോട്ടെ പ്ലീസ്. നിനക്കങ്ങനെ നിർബന്ധമാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ പോകുമ്പോ അവിടെ ഒരു ലോഡ്ജ് ഉണ്ട്, വസന്തി. നല്ല കിടുക്കൻ ലോഡ്ജാ, നല്ല സൗകര്യമുണ്ട്. റൈഡ് ഉണ്ടാവില്ല. അഥവാ റൈഡ് ഉണ്ടാവുകയാണെങ്കിൽ ജനലിന്റെ അതികൂടെ താഴേക്കിറങ്ങിയ സൺസൈഡിൽ കൂടെ ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാവുന്ന ഒരു വഴിയുണ്ട്. അവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാത്റൂമിന്റെ പൈപ്പുണ്ട്. പൈപ്പിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് റിസപ്ഷന്റെ പുറകെ ചെല്ലാം. അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ റോഡാ, കാറ് വരും, ജീപ്പ് വരും. നിനക്ക് അവിടെ കയറി എങ്ങോട്ട് വേണേലും പോവാം. ഇതൊക്കെ ദാദാജിക്ക് എങ്ങനെ അറിയാം? ഞാൻ എന്റെ ജ്ഞാനദൃഷ്ടി കണ്ടു. ജ്ഞാനദൃഷ്ടി കണ്ടതില്ല. ഈ ജ്ഞാനദൃഷ്ടി കാരണം ആധാർ കാർഡ് പോലും കൊടുക്കാതെ പോലീസുകാരന്റെ കൈയും കാലും പിടിച്ചാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇറക്കി. അതിന് 2 പ്രാവശ്യം. അതെ, ദാദാജി സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കൊച്ചു വിചാരിച്ചാ നടക്കും. ഞാൻ ഇന്നൊരു രാത്രി ഇവിടെ കിടന്നോട്ടെ. അയ്യോ പറ്റത്തില്ല. ദാദാജി ഇല്ലെന്ന് പറഞ്ഞാ പിന്നെ ഇല്ല. ദാദാജി അമേരിക്ക ഇല്ലെന്ന് പറഞ്ഞാ പിന്നെ ഇല്ലേ? പിന്നെ അതുപോലെ ഈ കാര്യം നടക്കത്തില്ല. ഇല്ല, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കൂ, പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. സംസാരിച്ച് നോക്കല്ലേ? നോക്ക്. വേറെ കാര്യമുണ്ട്. ദാദാജി തണുത്ത് വിറച്ചിരിക്കുകയാണെന്നൊക്കെ അറിയാം. അതെ,
ഞാനൊരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട് ദാദാജി. ഇച്ചിരി ഒരു 90 അടിച്ചിട്ടിരിക്കുന്നു. കാര്യം തണുപ്പൊക്കെ ഇല്ലേ, തണുപ്പാവുമ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ചെറിയ ഒരെണ്ണമൊക്കെ അടിക്കണമെന്ന് തോന്നും. ദാദാജി ഇതൊക്കെ ഒന്ന് അടിച്ചിട്ട് എനിക്ക് ഇവിടെ കിടക്കാവുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി താ ദാദാജി. ഇതുപോലെ 3 ഇരിപ്പുണ്ട് വേഗനത്തിന്. മോളെ, എന്താ ഈ കുഞ്ഞ് ഇന്ന് നമ്മുടെ വീട്ടിൽ കിടക്കൂ. അതിന് നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ പെട്ടിയും കിടക്കെടുത്തോട്ടേക്ക് ഇറങ്ങിക്കോട്ടെ. ദാദാജി കാരണം ഒറ്റ പെഗ്ഗ എടേ ഉള്ള 3 ഫുള്ളാന്ന് അവന്റെ ആ ബാഗിൽ എടുക്കണം. ഇന്ന് ആടേച്ചി ദാദാജി ഇവിടെ ഇരിക്കുക ചോദിക്കട്ട്. ചൂടുവെള്ളം എല്ലാം വേണോ? നീ പോയി കുറച്ച് ചൂടുവെള്ളം എടുത്തുണ്ടോ? എടുത്തോണ്ട് വരട്ടെ? അല്ല ചൂടുവെള്ളം എന്തിനാ ഇതിനകത്ത് ഒഴിക്കാൻ? അതിനല്ലേ തണുത്ത വെള്ളം ഇരിക്കുന്നേ. എടാ നിനക്ക് രാവിലെ എണീറ്റ് അങ്ങനെ പറഞ്ഞാ മതിയോ? എടാ തണുത്ത വെള്ളത്തിലടിച്ച തൊണ്ട പഴുക്കൂത. പിന്നെ മോനെ, ഇന്ന് നമ്മള് ഒരു കട്ടിലേ കിടക്കും. ഒരു കട്ടിലല്ലേ ഉള്ളൂ, നമ്മൾ രണ്ടുപേരും കൂടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കും പറ. എടാ ഇന്ന് നമ്മുടെ മുറി സർക്കാർ ആശുപത്രിയിലെ ലേബർ റൂമാക്കും. എങ്ങനെ? പ്രസവിച്ച് കിടക്കണം, അമ്മയും കുഞ്ഞും കിടക്കണം മാതിരി നമ്മളവിടെ കിടക്കും. പിന്നെ ഉറക്കത്തിൽ മൂത്രം ഒഴിക്കാൻ ഒരു കാര്യം ശ്രദ്ധിക്കണം. നാട്ടിൽ ഒഴിച്ചിട്ട് വന്ന മാതിരി പെട്ടെന്ന് വന്നേക്കരുത്. പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പാ. ആ ഒഴിച്ചത് ഒടിച്ചു കളഞ്ഞിട്ട് വേണം. നാട്ടുകാർ വിചാരിക്കും അവക്കടെ കല്യാണത്തിന് ഇട്ടേക്കണ ആർച്ചാന്ന്. അതെ ദാദാജി, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഈ ജീവിത സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാ ജീവിക്കാനൊക്കെ? ഇവിടെ ഇപ്പൊ ഇച്ചിരി മോശമാണ്. ഇനിയിപ്പോ ഇവിടെ ടൂറിസ്റ്റുകാരൊക്കെ വന്നു തുടങ്ങുമ്പോ ഞങ്ങളൊരു പുതിയ ബിസിനസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് ബിസിനസ്? മഞ്ഞിലൂണ്. ലൂണയല്ല, മഞ്ഞിലൂണ്. വീട്ടിലൂണെന്നല്ലേ? അത് നാട്ടില് ഭ്രാന്ത. ഇവിടെ എവിടെ നോക്കിയാലും മഞ്ഞിരുന്നല്ലേ വെട്ടി വിഴുങ്ങണത്. അതാണ് ഞാൻ പറഞ്ഞത്, മഞ്ഞിലൂണ്. മഞ്ഞിലൂണ്. പിന്നെ ഇവിടെ ജീവിക്കാൻ ഭയങ്കര പാടല്ലേ? ജീവിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടടാ. പക്ഷെ ചത്ത് കഴിഞ്ഞ ലാഭാ. എടാ മൊബൈൽ ഫ്രീസർ വേണ്ടത് എവിടെയെങ്കിലും കൊണ്ടായി ചാരി വെച്ചാൽ മതി, അവിടെ ഇരുന്നോളും എത്ര കാലം വേണേലും വയറ് പോലെ. അതെ, വന്നപ്പോ തൊട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കണമെന്ന് വെച്ചു. ഇവിടെ നിന്നാ പെൺകുട്ടിയില്ലേ, അത് മോളാണ്? അത് മോളല്ല, പിന്നെ എന്റെ വളർത്തു മോളാ. ആണോ? ഞാൻ അവളെ എടുത്തു വളർത്തിയതാ. അവളെ വളർത്തുന്നതിന്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ വളരെ മറന്നും പോയി. താടിയും മുടിയൊക്കെ വളർന്നില്ലേ? ഒരാശ്വാസം. അടിച്ചു കഴിഞ്ഞാ എനിക്ക് 2 പുക എടുക്കണം. പുക? നീ വേണമെങ്കിൽ 2 പുക എടുക്കും. ഞാൻ ഈ വലിക്കുന്നു. എടാ ചെറുക്കാ, നല്ല കിടുക്ക സാധനമാണ്. നീ ഒരൊറ്റ പുക എടുത്തണ്ടല്ലോ, നിന്ന നിപ്പില് നിനക്ക് ഹിമാലയത്തിന്റെ നിറകിലെത്താം. ട്രാവല് ഫ്രീ. ദാദാജി ഹിമാലയം കയറിയിട്ടുണ്ടോ? ഞാനാ? ഇവിടെ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ഈ മുറ്റടിച്ച് തീർക്കണം 3 ദിവസം. എന്നോട് ഹിമാലയം കയറിയാണ്ടോ? എനിക്ക് പുകയെടുക്കാനുള്ള നേരമായി. നീ ഇവിടെ ഇരിക്ക്, ഞാനിപ്പോ വരാം. എനിക്ക് ധൂമപാനം നടത്താനുള്ള നേരമായി. എടോ താൻ എന്ത് പണിയാണോ കാണിച്ചേ? എന്തോ കാര്യത്തിനാ ദാദാജിക്ക് നിങ്ങൾ മദ്യം എടുത്തു കൊടുത്തത്? ആര് മദ്യം കൊടുത്ത്? കിട്ടിയോന്നെ കടകടാന്ന് പുള്ളിയല്ലേ വാങ്ങിച്ചു. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരന് വലിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്, കഞ്ചാവ് വലിക്കുന്ന സ്വഭാവം. ഇതിപ്പോ കഴിഞ്ഞ വരുമ്പോ റിലേ പോയിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. കഞ്ചാവൊക്കെ വലിക്കുമോന്നോ? പുള്ളിയുടെ എന്നും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഞ്ചാവും കടലക്കറിയായിരുന്നു. അല്ല നിങ്ങൾക്ക് ഈ പാള എന്തോത്തിനാ? അതെന്തായാലും ഞാൻ ഹിമാലയം കയറാൻ പോവല്ലേ, ഞാൻ മുകളിലോട്ട് കയറി ചെല്ലുമല്ലോ. ചെല്ലുന്ന സമയത്ത് എന്റെ കൈയും കാലും ഒക്കെ നല്ല വേദനയായിരിക്കും, തിരിച്ചിറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതാവുമ്പോ ഇരുന്നങ്ങ് 5 മിനിറ്റ് താഴെ എത്തും. ആണോ? അതെ, ഇവിടെ ഒത്തിരി നടന്മാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പ്രണവ് മോഹൻലാൽ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പ്രണവ് മോഹൻലാലും ഞാൻ തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്, അറിയാമോ? എന്തോ ചെറിയ വ്യത്യാസം? പ്രണവ് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള ചുറ്റുപാടും പണം ഉണ്ടായിട്ട് കറങ്ങി നടക്കുന്നു. ഞാൻ ഇതൊന്നുമില്ല കറങ്ങി നടക്കുന്നു. ഈ പ്രണവ് മോഹൻലാൽ എന്ന് പറഞ്ഞാലേ പടത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കും. ഞാൻ കടത്തിൽ കൂടെ ജീവിക്കുന്ന നീ അല്ല, നിന്റെ അച്ഛനും അമ്മയും ആര് വന്നാലും നീ ആളെ കൂട്ടി ഇങ്ങോട്ട് വേണം. വെല്ലുവിളി തുടങ്ങി കണ്ടോ? കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ വെല്ലുവിളിക്കും. അത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആകെ ഞാൻ കണ്ടത് ഈ ഒരു ഒറ്റ വീടാ. പരിസരത്ത് വേറെ വീടില്ല, വണ്ടിയില്ല, ആൾക്കാരില്ല. പിന്നെ പുള്ളി ആരെ കിടന്ന് വെല്ലുവിളിക്കുന്നേ? ഹിമക്കരടിയെ. എന്നെ കൊച്ചാന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുണ്ടേക്കണം മോളെ. എടുത്തേ അവനെ ഞാൻ വെട്ടി കൊന്നവന്റെ പോക്ക് കണ്ടോ?
കണ്ടോ ഇതാ ഈ ദാദാജിയുടെ ഒരു സ്വഭാവം, ഒരു വയസ്സായിരിക്കുന്ന ഒരു മനുഷ്യനാ, കണ്ടോ? ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഞാൻ അറിഞ്ഞ പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുവന്ന്. മദ്യം എന്ത് കാര്യത്തിന് നിങ്ങൾ ഒഴിച്ചു കൊടുത്തോ നിങ്ങൾ ദാദാജിക്ക്? അല്ല, ഞാൻ വിചാരിച്ചു ഇന്നൊരു രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പോവാന്ന്. എടാ മക്കളുടെ നിന്റെ ആൾക്കാരാണ് ഇവിടെ മൊത്തം വൈറസും ബാക്ടീരിയയും പടർത്തുന്നത്. എടാ കൊച്ചേ, നിനക്കറിയാവോ ഈ വൈറസും ബാക്ടീരിയ ഒക്കെ അവർക്ക് അച്ഛനും അമ്മയില്ല, ഇല്ലേ? പിന്നെ അവര് വളർത്തുന്നത് ആന്റിമാരാണ്. ആന്റിമാരാ? എടാ ചെറുക്കാൻ നീ കേട്ടിട്ടില്ലേ? ആന്റി വൈറസ്, ആന്റി ബാക്ടീരിയ, അല്ലാണ്ട് പപ്പ ബാക്ടീരിയ, മമ്മി വൈറസ്. നീ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. അവൻ എന്നെ ഇടിക്കാൻ വേണ്ടിട്ട് നിൽക്കുവോ അവൻ? ഇതിപ്പോ കയ്യിൽ മുറിവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. എന്നെ കരടി വാന്തേ, കയ്യൊക്കെ മുറിഞ്ഞിരിക്കുന്നു. ഉലകത്തിലാരോടും തോൽക്കാത്തൊരു വീരേനോ, പരമത്തിൽ അമ്മയ്ക്കായി പാടുന്നൊരു പൈതലോ, മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ, ഇല്ലുമിനാട്ടി ഇല്ലുമിന ഇല്ലുമിനാട്ടി ഇല്ലുമിന 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 ഇല്ലുമിനാട്ടി. നിർത്തത്തിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്? അറിയാവോ? ഞാനാ ദാദാജിക്ക് അങ്ങനെ താരാട്ട് പാട്ട് പാടിയാലേ ഇനി ഉറങ്ങത്തുള്ളൂ. മല കയറാമെന്ന ഞാനാ ഇപ്പൊ മലയാള സിനിമയുടെ പിന്നണി ഗായകൻ വരെയായി. ദാദാജി ക്ഷമിക്കണ്ട, ഞാൻ പാടാം. കരയരുതേ. ചെറുക്കനെന്തേടി? ആ ചെറുക്ക അപ്പുറത്തെങ്ങാട്ടുണ്ടെന്ന് തോന്നുന്നു. ദാദാജിക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ട്. വാ. എന്തോ ദാദാജി? ദാദാജി ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. അല്ല, അങ്ങനെ സംഭവിക്കത്തില്ലെന്ന് ഞാൻ പറയുമായിരുന്നു. അതല്ലെന്ന്, എന്റെ കണ്ണടയതിനു മുമ്പേ കൊച്ചിനെ നല്ലൊരാക്കടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണമെന്നാണ് ദാദാജിയുടെ ആഗ്രഹം. ഇന്നലെ ഇവിടെ വന്ന ആ പയ്യൻ എങ്ങനെയുണ്ട്? അയ്യോ, എനിക്കറിയത്തില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാ എനിക്കറിയാം, അവ നല്ല മിടുക്കൻ പയ്യനാ. ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ മനസ്സിലാവും അയാൾ മിടുക്കൻ പയ്യനാന്നൊക്കെ? എടി പ്രാന്തി, അവൻ മോശം പയ്യനാണെങ്കിൽ ഈ കിളവനെ തലിക്കടിച്ച് കൊന്നേച്ച് നിന്നെ വല്ലതും ചെയ്യിച്ച് രാത്രി അവന് രാജ്യം വിട്ടാനെ. അവൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ല. നല്ല പൊന്നു പോലുള്ള പയ്യനവൻ. നിന്റെ കൈ പിടിച്ച് ആ പയ്യനെ ഏൽപ്പിക്കുന്നതിൽ നിനക്ക് വല്ല വിരോധമുണ്ടോ? ദാദാജിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അപ്പൊ ഓക്കെ ആണ്. ബാക്കി കാര്യം ഞാൻ ഡീൽ ചെയ്തു. അതെ മല്ലി, ഒരുപാട് നന്ദിയുണ്ട് ഇന്നലെ രാത്രി എന്നെ ഇവിടെ താമസിപ്പിച്ചതിനൊക്കെ. ദാദാജി താങ്ക് യു. ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി താമസിപ്പിച്ചതിനും ആഹാരം തന്നതിനൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അനുഗ്രഹിക്കണം. പിന്നെ എനിക്ക് മോനോടൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. എന്തോ ദാദാജി? നിന്റെ മുന്നോട്ടുള്ള ഈ ജീവിതയാത്രയിൽ നിനക്ക് വേറെ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഈ നിൽക്കുന്ന മോളെ നിന്റെ ജീവിത പങ്കാളിയാക്കുന്നതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ ദാദാജി, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നാമത്തെ കാര്യം, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഈ ഹിമാലയം കീഴടക്കണമെന്നുള്ളത്. 3 തവണ പരാജയപ്പെട്ട ആളാ ഞാൻ. 4ാമത്തെ തവണ കയറാനാ ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നത്. ഇതിന്റെ ഇടയിൽ കല്യാണവും കാര്യങ്ങളും നമുക്ക് അത് ബാധ്യതയായിരിക്കും. അത് ശരിയാവും. ആര് പറഞ്ഞടാ ബാധ്യതയാവുന്നു? എടാ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പിന്തുണയ്ക്കാൻ പോസിറ്റീവായിട്ട് നമ്മുടെ പിന്നിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിത പങ്കാളിയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. എടാ, ഹിമാലയല്ല, ലോകം വരെ നമുക്ക് കീഴടക്കാം. അങ്ങനെ ഒരു സപ്പോർട്ട് നീ ഇവന് കൊടുക്കുക? ഞാൻ കൊടുക്കും. ഞാൻ കട്ട സപ്പോർട്ട്. നീ എന്നെ സപ്പോർട്ട് ചെയ്യും? എന്നാ നമ്മള് 3 പേര് ഒന്നിച്ച് ഹിമാലയം കേറുന്നു. അയ്യോ, ഈ വയസ്സാം കാലത്ത് ഞാനിനി അങ്ങനെ ഹിമാലയം കയറാനാ? ദാദാജി, ഞാൻ എടുത്തോളാം. പോരെ? എന്നാ പിന്നെ ഞാൻ ഡബിൾ ഓക്കെ.